അപ്പോൾ നമ്മൾ എന്താ പറയുക, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ള ഒരു ചാപ്റ്റർ ആണല്ലോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് ഇൻകം എക്സ്പെൻഡിച്ചർ ആൻഡ് സേവിങ്സ്. റേഷ്യോയുടെ ആ ഒരു ചാപ്റ്ററിൻ്റെ കാര്യം പറയുമ്പോൾ മിനിമം ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈസിയായി നമുക്ക് എങ്ങനെ ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സ് എന്നുള്ള ഏത് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ എന്താ പറയുക, നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യനും നമ്മുടെ ആ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എക്സാമിനേഷൻ ഇതിൽ ഏത് ടൈപ്പ് ചോദിച്ചാലും സിമ്പിളായി നമുക്ക് എങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു ഈ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ള ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു ബാക്ക് ബോൺ ആണ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു മെയിൻ എലമെൻ്റ് ആണ്. ഈ ഒരു റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ളൊരു ചാപ്റ്റർ നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സിലുള്ള പ്രോബ്ലംസ് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ എന്താ പറയുക, വർക്ക് ആൻഡ് നമ്പർ ഓഫ് ഡേയ്സ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. DI ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ ബാങ്ക് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെരി ഈസി ടു, ഭയങ്കര ഹാർഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രിലിമിനറിയിലും മെയിൻസിലും നമുക്ക് DI ഉണ്ട്. മെയിൻസിൽ DI എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു നെക്സ്റ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെയിൻസിൽ ചോദിക്കണം. സോ ബാങ്ക് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം DI എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽഡ് ആയിട്ട്. സോ ആ ചാപ്റ്ററിൽ നമുക്ക് പെർസെൻറ്റേജിൻ്റെ ആയാലും അല്ലെങ്കിൽ റേഷ്യോയുടെ ആയാലും നമുക്ക് നല്ലൊരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ പറയുമ്പം ഏജസ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് റേഷ്യോയുടെ ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റും. മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് റേഷ്യോയുടെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സിലും നമുക്ക് റേഷ്യോയുടെ ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആദ്യം റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് ബേസിക് ആയ കാര്യങ്ങൾ അല്ലേ, നമ്മൾ ആദ്യത്തെ ഒരു സെഷനിൽ അതായിരുന്നു ഡിസ്കസ് ചെയ്തത്. ആ ഒരു സെഷൻ അതിന് വേണ്ടി മാത്രം ഉള്ളതായിരുന്നു. പിന്നെ രണ്ടാമതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. എക്സാമിനേഷനിൽ ചില സമയത്ത് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. പിന്നെ നമ്മൾ വെർബൽ പ്രോബ്ലംസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഒരു ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് കുറേയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ സെക്ഷനായ വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷനായ ഇൻകം എക്സ്പെൻഡിച്ചർ അതേപോലെ സേവിങ്സ് എന്നുള്ള ആ ഒരു സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയേക്കണത് അതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ സെക്ഷൻ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ് ആണ്. മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസിൽ നമ്മൾ കുറച്ച് ഇക്വേഷൻസും കുറച്ച് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പഠിക്കും. ആ ഒരു രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആ സെയിം ക്വസ്റ്റ്യന് നമുക്ക് റേഷ്യോ മെത്തേഡ് വെച്ചും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു ഒപ്പീനിയനിൽ, ഇൻ മൈ ഒപ്പീനിയൻ ഞാൻ പറയും അഡ്വൈസബിൾ ആയ ഒരു മെത്തേഡ് റേഷ്യോ മെത്തേഡാന്ന് പറയും. മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസിൻ്റെ ഫോർമുലാസ് അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന കോൺസെപ്റ്റും കാര്യങ്ങളും നമ്മൾ അപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസേഴ്സ് കിട്ടും. പക്ഷേ നമുക്ക് ഒരുപാട് സ്റ്റെപ്സ് ഫോളോ ചെയ്യാനുണ്ടാകും. ചില സമയത്ത് കുറേ ടൈം കൺസ്യൂമിങ് ഒക്കെ ആയിരിക്കും. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് പോലും നമുക്ക് റേഷ്യോ മെത്തേഡ് യൂസ് ചെയ്ത് ഒരു സിമ്പിളായ രീതിയിൽ നമുക്ക് ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ എന്തായാലും നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് ആ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലുള്ള ഒരു കോൺസെപ്റ്റും അല്ലെങ്കിൽ ഒരു ഇക്വേഷനും അല്ലെങ്കിൽ ഒരു ലോജിക്കും അപ്ലൈ ചെയ്യാതെ വെറും റേഷ്യോ മാത്രം അറിയാവുന്ന ഒരാൾക്കും സിമ്പിളായി എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോണത്. യെസ്, നോക്കിക്കോളൂ. മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ്. അപ്പോൾ എന്താണ് ഈ മിക്സ്ചേഴ്സ് അല്ലെങ്കിൽ ഈ അലിഗേഷൻസ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററും കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ജസ്റ്റ് നമുക്ക് നോക്കാം. ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ ആ ഒരു ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പം എന്തായാലും ഇത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പം നമുക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണമല്ലോ. നമ്മുടെ ഈ മിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കോമ്പോണൻസ് മിക്സ് ചെയ്ത് ഫോം ചെയ്യുന്ന സാധനങ്ങളെയാണ് നമ്മൾ മിക്സ്ചേഴ്സ് എന്ന് പറയുക അല്ലേ. അപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ സാധനങ്ങൾ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. സൾഫ്യൂറിക് ആസിഡും
വാട്ടറും കൂടെ മിക്സ് ചെയ്ത് ഞാൻ എന്താണ് ഫോം ചെയ്തത്? ഒരു സൾഫ്യൂറിക് ആസിഡ് സൊല്യൂഷൻ ഞാൻ ഫോം ചെയ്തു എന്ന് വിചാരിക്കും. സൾഫ്യൂറിക് ആസിഡും വാട്ടറും കൂടെ മിക്സ് ചെയ്ത് ഞാനൊരു സൾഫ്യൂറിക് ആസിഡ് സൊല്യൂഷൻ ഞാൻ ഫോം ചെയ്തു. ഈ സൾഫ്യൂറിക് ആസിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി എ മിക്സ്ചർ. അതൊരു മിക്സ്ചറാണ്. ക്ലിയർ ആയില്ല? അപ്പം എന്താ പറയുക, രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കോമ്പോണൻസ് മിക്സ് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? മിക്സ്ചേഴ്സ് എന്ന് പറയുക. സൊല്യൂഷൻസ്, അലോയ്സ് അല്ലേ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ മിക്സ്ചേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ വരും. ചില സമയത്ത് 2 കോമ്പോണൻസ് ആയിരിക്കും, ചില സമയത്ത് മോർ ദാൻ 2 കോമ്പോണൻസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ മിക്സ്ചേഴ്സ് മോസ്റ്റ് ഓഫ് ദ ടൈം എന്തായിരിക്കും? ഹോമോജിനസ് മിക്സ്ചേഴ്സ് ആയിരിക്കും. നിങ്ങളുടെ സ്കൂൾ ക്ലാസ്സസിൽ നിങ്ങളുടെ കെമിസ്ട്രി എന്ന് പറയുന്ന ആ സബ്ജക്റ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഹോമോജിനസ് മിക്സ്ചർ, ഹെട്രോജിനസ് മിക്സ്ചർ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. ഹോമോജിനസ് മിക്സ്ചറിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നോക്കിയിട്ട് നമുക്ക് ഹോമോജിനസ് മിക്സ്ചറിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ സൾഫ്യൂറിക് ആസിഡും വാട്ടറും കൂടെ മിക്സ് ചെയ്താണ് ഈ ആസിഡ് സൊല്യൂഷൻ ഫോം ചെയ്തത്. 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ കോമ്പോണൻസ് മിക്സ് ചെയ്ത് നമ്മൾ ഒരു മൂന്നാമതൊരു സാധനം ഫോം ചെയ്യുമ്പം ആ ഫോം ചെയ്യണ ആ ഒരു സാധനത്തിലുള്ള ഈ 2 കോമ്പോണൻസ് എന്തിലായിരിക്കും? ഒരു പ്രത്യേക റേഷ്യോയിലായിരിക്കും അല്ലേ, ഒരു പ്രത്യേകമായ എന്തിലായിരിക്കും? ഒരു അനുപാതത്തിലായിരിക്കും. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു കേക്കിൻ്റെ ഒരു ബാറ്റർ ഉണ്ടാക്കുവാണ്. ആ ബാറ്റർ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ബാറ്റർ ഒരു മിക്സ്ചറാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ആ ബാറ്റർ ഒരു മിക്സ്ചറാണ്. അതിലെന്തൊക്കെയുണ്ട്? അതിൽ എഗ്ഗ് ഉണ്ടാവും, അതിലെന്താണ് നമ്മുടെ എന്താ പറയുക, ഓൾ പർപ്പസ് ഫ്ലോർ ഉണ്ടാവും, അല്ലെങ്കിൽ കേക്ക് ഫ്ലോർ, മൈദ ഉണ്ടാവും, പിന്നെ ഷുഗർ ഉണ്ടാവും, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു മോർ ദാൻ 2 കോമ്പോണൻസ് മിക്സ് ചെയ്താണ് നമ്മൾ ആ മിക്സ്ചർ ഫോം ചെയ്യണേ. നമ്മുടെ സൗകര്യത്തിൽ നമ്മൾ കണഗുണ സാധനങ്ങൾ ആഡ് ചെയ്യുമല്ല, ഒരു പ്രത്യേക റേഷ്യോയിലാണ് അല്ലേ. 1 കപ്പ് മൈദയാണ് നമ്മൾ എടുക്കണതെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചില വെറൈറ്റീസ് ഓഫ് കേക്കിന് നമ്മൾ എന്ത് ചെയ്യും? 2 എഗ്ഗ് യൂസ് ചെയ്യും, അതിന് നമ്മൾ 1/2 കപ്പ് ഓഫ് ഷുഗർ യൂസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ആ മിക്സ്ചർ നമ്മൾ ഫോം ചെയ്യണത് ഒരു പ്രത്യേക റേഷ്യോയിലാണ്. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ ഇവിടെ സേ ഫോർ എക്സാമ്പിൾ സൾഫ്യൂറിക് ആസിഡും വാട്ടറും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഒരു സൾഫ്യൂറിക് ആസിഡ് സൊല്യൂഷൻ ഫോം ചെയ്യുമ്പം അതിലുള്ള ആസിഡിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ 2:3 ആണെന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കണതെന്ന് വെച്ചാൽ, ആസിഡ് സൊല്യൂഷൻ ഇപ്പം നമ്മൾ ഒരു 5 പാർട്സ് ഓഫ് ആസിഡ് സൊല്യൂഷനിൽ 5 പാർട്സ് നമ്മൾ എടുത്താൽ അതിൽ 2 പാർട്സ് എന്തായിരിക്കും? 2 പാർട്സ് ആസിഡ് ആയിരിക്കും, 3 പാർട്സ് എന്തായിരിക്കും? 3 പാർട്സ് വാട്ടർ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? നമ്മൾ 5 പാർട്സ് അല്ലെങ്കിൽ 5 യൂണിറ്റ്സ്, വാട്ട് എവർ പാർട്സ് അല്ലെങ്കിൽ യൂണിറ്റ്സ് എന്ന് നമുക്ക് പറയാം. 5 യൂണിറ്റ്സ് ഓഫ് ദിസ് പെർട്ടിക്കുലർ മിക്സ്ചർ നമ്മൾ എടുക്കുമ്പം അതിൽ 2 യൂണിറ്റ് എന്തായിരിക്കും? സൾഫ്യൂറിക് ആസിഡ് ആയിരിക്കും, റിമൈനിങ് 3 യൂണിറ്റ്സ് എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. സപ്പോസ് വി ആർ ടേക്കിംഗ് സം 20 യൂണിറ്റ്സ്, ഈ ഒരു ആസിഡിൻ്റെ 20 യൂണിറ്റ്സ് ആണ് നമ്മൾ എടുക്കണതെങ്കിൽ, ഈ ഒരു ആസിഡിൻ്റെ 20 യൂണിറ്റ്സ് ആണ് നമ്മൾ എടുക്കണതെങ്കിൽ അതിൽ എത്ര പാർട്സ് ആയിരിക്കും വാട്ടർ, എത്ര പാർട്സ് ആയിരിക്കും നമ്മുടെ എന്താ പറയുക നമ്മുടെ സൾഫ്യൂറിക് ആസിഡും അതേപോലെ നമ്മുടെ ഈ ഒരു വാട്ടറും എത്ര പാർട്സ് ആയിരിക്കും ഉണ്ടാവുക? നോക്കിക്കോളൂ. 5 പാർട്സിൽ 2ഉം 3ഉം ആണ് നമ്മുടെ ആസിഡും വാട്ടറും. അപ്പോൾ 20 എന്ന് പറയുന്നത് 5 × 4 ആണ്. സോ ഞാൻ ഓരോ കോമ്പോണൻസിനെയും ഞാൻ എന്ത് ചെയ്യും? 4 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യും. സോ എനിക്ക് 8 കിട്ടും, 16 കിട്ടും. അപ്പോൾ എൻ്റെ മിക്സ്ചറിൽ ഞാൻ എടുക്കുന്ന നമ്പർ ഓഫ് യൂണിറ്റ്സിൽ വേരിയേഷൻസ് വരുന്നതനുസരിച്ച് ആദ്യം ഞാൻ 5 യൂണിറ്റ്സ് എടുത്തു, പിന്നെ ഞാൻ 20 യൂണിറ്റ്സ് എടുത്തു. സേ ഫോർ എക്സാമ്പിൾ ഇനി ഞാനൊരു 30 യൂണിറ്റ്സ് ആണ് എടുക്കണതെന്ന് വിചാരിച്ചോളൂ. ഒരു 30 യൂണിറ്റ്സ് ആണ് എടുക്കണമെങ്കിൽ എഗെയിൻ നോക്കിക്കോളൂ, 5 × 6 ചെയ്യുമ്പോഴാണ് നമുക്ക് 30 കിട്ടുന്നത്. സോ ഞാൻ എൻ്റെ കോമ്പോണൻസിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ എനിക്ക് 12ഉം 18ഉം കിട്ടും. സോ അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്ന എൻ്റെ ഒരു മിക്സ്ചറിൽ ഞാൻ എടുക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിൽ വേരിയേഷൻ വരുമ്പം ആക്ച്വൽ ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽ കോമ്പോണൻസിൽ വേരിയേഷൻ വരും. പക്ഷേ ആ കോമ്പോണൻസിൻ്റെ റേഷ്യോയിൽ വേരിയേഷൻ വരില്ല. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 5 പാർട്സ് എടുക്കുമ്പം എന്താണ് എൻ്റെ റേഷ്യോ, അല്ലെങ്കിൽ 5 യൂണിറ്റ്സ് എടുക്കുമ്പോൾ വാട്ട് ഈസ് ദ റേഷ്യോ? 2:3 ആണ്. ഇതിനെ ഞാൻ മിനിമൈസ് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, 4 കൊണ്ട് ഇവിടെ 12 ആണല്ലേ, 16 അല്ല 12.
അപ്പോൾ ഇവിടെ എനിക്ക് 4 കൊണ്ട് എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. രണ്ടിനും ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 2:3 എന്ന് കിട്ടും. ഇവിടെയും എനിക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും 3 കിട്ടും. അപ്പം ഞാൻ പല യൂണിറ്റ്സ് അല്ലെങ്കിൽ പല ക്വാണ്ടിറ്റി ഓഫ് ദിസ് പെർട്ടിക്കുലർ സൊല്യൂഷൻ അല്ലെങ്കിൽ മിക്സ്ചർ എടുത്തു കഴിഞ്ഞപ്പം എന്തായി? ഇൻഡിവിജ്വൽ കോമ്പോണൻസിൻ്റെ ആക്ച്വൽ വാല്യൂ അല്ലെങ്കിൽ ആക്ച്വൽ ക്വാണ്ടിറ്റിയിൽ ദർ ഈസ് എ വേരിയേഷൻ അല്ലേ? ആദ്യം 2 ആയിരുന്നെങ്കിൽ പിന്നെ 8 ആയിരുന്നു. മൂന്നാമത്തെ കേസിൽ എന്തായിരുന്നു? മൂന്നാമത്തെ കേസിൽ 12 ആയിരുന്നു. പക്ഷേ ആ 3 കേസസിലും ദ റേഷ്യോ ഓഫ് ദീസ് ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റീസ് റിമൈൻസ് സെയിം. ക്ലിയർ ആയല്ലോ? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. ഈ പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. യെസ്. ഇനി എന്താണ് ഹോമോജിനസ് മിക്സ്ചർ എന്നും കൂടെ ഉള്ളത് മനസ്സിലാക്കിയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആ 3 ടൈപ്സും ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇനി ഹോമോജിനസ് മിക്സ്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഹോമോജിനസ് മിക്സ്ചർ ഇപ്പോൾ നമ്മൾ പറയുവാണ് സോൾട്ട് സൊല്യൂഷൻ ഒരു ഹോമോജിനസ് മിക്സ്ചറാണ്. ഇപ്പോൾ ഇതൊരു ഗ്ലാസ് ആണ്, ഒരു ടംബ്ലർ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ആണെന്ന് വിചാരിച്ചോളൂ. ഇതിൽ എന്തുണ്ട്? സോൾട്ട് സൊല്യൂഷനാണ്. ഓക്കെ, ഈ സോൾട്ട് സൊല്യൂഷൻ ഞാൻ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു ഇങ്ക് ഫില്ലർ എടുത്തു എന്ന് വിചാരിക്കാം. ഒരു ഇങ്ക് ഫില്ലർ എടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു ഡ്രോപ്പ് ഞാൻ ആ ഒരു ഫില്ലറിൽ ഫില്ല് ചെയ്തിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. കിട്ടുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും ഇവിടെയും കിട്ടുന്നത് അല്ലേ? അതേ ടേസ്റ്റ് ആയിരിക്കും ഇവിടെയും കിട്ടുന്നത്. അതേ ടേസ്റ്റ് ആയിരിക്കും ഇവിടെയും കിട്ടുന്നത്. അങ്ങനെ കിട്ടാനുള്ള കാരണം എന്താണ്? ഈ ഒരു പർട്ടിക്കുലർ മിക്സ്ചറിൽ ഏത് പോയിന്റ് നമ്മൾ അല്ലെങ്കിൽ ഏത് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്താലും അവിടെയുള്ള ആ ഒരു പർട്ടിക്കുലർ സൊല്യൂഷനിൻ്റെ ഇൻഡിവിജ്വൽ കോമ്പോണൻസിൻ്റെ റേഷ്യോ സെയിം ആണ്. സേ ഫോർ എക്സാമ്പിൾ ഇതൊരു സോൾട്ട് സൊല്യൂഷനാണെന്ന് ഞാൻ പറഞ്ഞു. സോൾട്ട് ഈസ് ടു വാട്ടറിൻ്റെ റേഷ്യോ 1:3 ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഞാൻ എടുക്കുമ്പോഴും അതിൻ്റെ റേഷ്യോ 1:3 ആണ്. ഇവിടെ ഞാൻ എടുക്കുമ്പോഴും അതിൻ്റെ റേഷ്യോ 1:3 ആണ്. ഇവിടെ എടുക്കുമ്പോഴും ഞാൻ എടുക്കുമ്പോൾ 1:3 ആണ്. ഇവിടെ എടുക്കുമ്പോഴും 1:3 ആണ്. ഇതാണ് എന്തിൻ്റെ പ്രത്യേകത? ഹോമോജിനസ് മിക്സ്ചറിൻ്റെ പ്രത്യേകത. ക്ലിയർ ആയല്ലോ? ഹെട്രോജിനസ് ആവുമ്പോൾ ഇങ്ങനെ ആവില്ല. നമ്മുടെ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസിൽ നമുക്ക് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും? ഹോമോജിനസ് മിക്സ്ചേഴ്സ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി ഈ ഒരു എന്താ പറയുക, നമ്മുടെ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് 3 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ആ 3 ടൈപ്പ് പല രീതിയിൽ അവർ ചോദിക്കും. പക്ഷെ നമ്മൾ പറയുമ്പം ജനറലി 3 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് അവർ ചോദിക്കുന്നത്. ഫസ്റ്റ് ടൈപ്പ് നോക്കിക്കോളൂ. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലൊരു മിക്സ്ചർ ഉണ്ട്. ആ മിക്സ്ചറിൽ ഇപ്പം A, B എന്ന് 2 കോമ്പണൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. സേ ഫോർ എക്സാമ്പിൾ x:y ആണ് ആ കോമ്പണൻസിൻ്റെ റേഷ്യോ. ഇതിലേക്ക് ഞാൻ സർട്ടൺ എമൗണ്ട് ഓഫ് എക്സ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ സർട്ടൺ എമൗണ്ട് ഓഫ് വൈ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ആഡ് ചെയ്ത് കഴിയുമ്പം എൻ്റെ ആ ഒരു കോമ്പണൻ്റ് റേഷ്യോ A:B ആയി. അങ്ങനെയെങ്കിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത എക്സിൻ്റെ അല്ലെങ്കിൽ വൈയുടെ ക്വാണ്ടിറ്റി എന്താണ്? ചിലപ്പോൾ ആ രീതിയിൽ ചോദിക്കും. ഇനി അതല്ല, ചില സമയത്ത് അവരെന്ത് ചോദിക്കും? ഇത്ര എമൗണ്ട് ഓഫ് എന്താ പറയുക എക്സ് അല്ലെങ്കിൽ വൈ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ആഡ് ചെയ്തെങ്കിൽ ആ കോമ്പണൻസിൻ്റെ പുതിയ റേഷ്യോ എന്തായിരിക്കും? അങ്ങനത്തെ രീതിയിലുള്ള, അതായത് ഒരു പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു മിക്സ്ചറിൻ്റെ ആ കോമ്പണൻസിൻ്റെ റേഷ്യോ തരും. അതിലേതെങ്കിലും ഒരു എന്താ പറയുക കോമ്പണൻറ്റ് ഞാൻ അഡീഷണലായി ഞാൻ ആഡ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ അതിൽ നിന്ന് റിമൂവ് ചെയ്തു. അങ്ങനെയെങ്കിൽ ഞാൻ റിമൂവ് ചെയ്ത ക്വാണ്ടിറ്റി എന്താണ്, അല്ലെങ്കിൽ ആഡ് ചെയ്ത ക്വാണ്ടിറ്റി എന്താണ്? ഒന്നെങ്കിൽ അങ്ങനെ ആയിരിക്കാം ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഞാൻ ആഡ് ചെയ്തതിന് ശേഷം എൻ്റെ ഫൈനൽ റേഷ്യോ എന്തായി? ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ക്വസ്റ്റ്യൻ. ഇനി അതും അല്ലെങ്കിൽ ഞാൻ കുറച്ച് എന്താ എക്സ് അല്ലെങ്കിൽ വൈ ഏതെങ്കിലും, അല്ലെങ്കിൽ എ അല്ലെങ്കിൽ ബി എൻ്റെ ആ ഒരു മിക്സ്ചറിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പം വരുന്ന ഫൈനൽ ആക്ച്വൽ ക്വാണ്ടിറ്റി എന്താണ്? ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ആ രീതിയിലായിരിക്കാം. ഇതാണ് ഒരു ടൈപ്പ്. അതായത് ഏതെങ്കിലും ഒരു കാര്യം ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി, ഐദർ ആഡിങ് എ ഓർ ബി. ഇഫ് വി ആർ ആഡിങ് എ, നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എ ആണെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ബി റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഓർ ഇഫ് വി ആർ ആഡിങ് ബി, ക്വാണ്ടിറ്റി ഓഫ് എ റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി അപ്ലൈ ചെയ്യേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയല്ലോ? സോ അതാണ് ഫസ്റ്റ് ടൈപ്പ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ 2 ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സ്. സേ ഫോർ എക്സാമ്പിൾ ഇതൊരു മിക്സ്ചർ 1 ആണ്, മിക്സ്ചർ 2 ആണ്, സെയിം കോമ്പണൻസ് ആണെന്ന് വിചാരിച്ചോളൂ. A:B ആണ്. പക്ഷേ ഈ 2 മിക്സ്ചറിലും കോമ്പണൻസിൻ്റെ റേഷ്യോ ഡിഫറെൻ്റ് ആണ്.
2:3 ആണ്, 8:9 ആണെന്ന് വിചാരിച്ചോളൂ. ഇവന്മാർ രണ്ടുപേരെയും നമ്മൾ ഒരു പ്രത്യേക റേഷ്യോയിൽ നമ്മൾ മിക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരെയും നമ്മളൊരു പ്രത്യേക റേഷ്യോയിൽ നമ്മൾ മിക്സ് ചെയ്താൽ നമുക്ക് ഫൈനലി കിട്ടുന്ന പുതിയൊരു മിക്സ്ചർ ഉണ്ടാവുമല്ലോ, M3 എന്നൊരു മിക്സ്ചർ നമുക്ക് കിട്ടും. ആ M3യിൽ A:B എന്താണ്? ഒന്നെങ്കിൽ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇല്ലെങ്കിൽ അവർ ഈ A:Bയും പുതിയ മിക്സ്ചറിലെ A:B എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ടാവും. ഏത് റേഷ്യോയിലാണ് നമുക്ക് M1നെയും M2നെയും മിക്സ് ചെയ്യേണ്ടത്, ഐദർ അങ്ങനെ ചോദിക്കാം. ചിലപ്പോൾ അവരെന്ത് തരും, M1ൻ്റെ ഇത്ര ക്വാണ്ടിറ്റി, സേ ഫോർ എക്സാമ്പിൾ ഒരു X ലിറ്റർ അല്ലെങ്കിൽ X യൂണിറ്റ്സ്, M2യുടെ ഒരു Y യൂണിറ്റ്സ് എടുത്തു. അങ്ങനെയെങ്കിൽ പുതിയ ഒരു ഫോം ചെയ്യുന്ന മിക്സ്ചറിൽ ഉള്ള ഈ കോമ്പണൻറ്റ് എയുടെയും ബിയുടെയും ക്വാണ്ടിറ്റി എന്താണ്, അല്ലെങ്കിൽ കോമ്പണൻറ്റ് എയുടെയും ബിയുടെയും ക്വാണ്ടിറ്റീസിൻ്റെ റേഷ്യോ എന്താണ്. അങ്ങനെ മിക്സിംഗ് ഓഫ് മിക്സ്ചേഴ്സ്, അതാണ് നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ്. ക്ലിയർ ആയല്ലോ? ഇനി തേർഡ് ടൈപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, റീപ്ലേസ്മെൻറ്റ്. തേർഡ് ടൈപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, റീപ്ലേസ്മെൻറ്റ്. നോക്കിക്കോളൂ, എന്താണ് റീപ്ലേസ്മെൻറ്റ്? ഇപ്പോൾ എൻ്റെ കയ്യിലൊരു മിക്സ്ചർ ഉണ്ട്, സേ ഫോർ എക്സാമ്പിൾ A:B, ഒരു മിക്സ്ചർ M1 എന്നൊരു മിക്സ്ചർ ഉണ്ട്, M എന്നൊരു മിക്സ്ചർ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ രണ്ട് കോമ്പോണൻസ് ഉണ്ട്, A:B. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ മിക്സ്ചറിലെ സർട്ടൺ ക്വാണ്ടിറ്റി ഞാൻ ആദ്യം റിമൂവ് ചെയ്തു. സേ ഫോർ എക്സാമ്പിൾ ഒരു X യൂണിറ്റ്സ് ഞാൻ റിമൂവ് ചെയ്തു. X യൂണിറ്റ്സ് ഞാൻ റിമൂവ് ചെയ്തിട്ട് ആ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഐദർ A ഓർ B ഞാൻ എന്ത് ചെയ്തു, ആ സൊല്യൂഷനിലേക്ക് അല്ലെങ്കിൽ ആ മിക്സ്ചറിലേക്ക് ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ റീപ്ലേസ്മെൻറ്റിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മളൊരു സംഭവത്തിന് റീപ്ലേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി ആണോ നമ്മൾ റിമൂവ് ചെയ്തത്, ആ ഒരു പെർട്ടിക്കുലർ മിക്സ്ചറിൻ്റെ എത്ര ക്വാണ്ടിറ്റി ആണോ നമ്മൾ റിമൂവ് ചെയ്തത് അത്രയും ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഒന്നെങ്കിൽ വേറൊരു മിക്സ്ചർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോമ്പണൻറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണേ. ക്ലിയർ ആയല്ലോ? യെസ്. സോ ഇതാണ് തേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, റീപ്ലേസ്മെൻറ്റ്. ഈ 3 ടൈപ്സിലാണ് നമ്മൾ 99% നമ്മുടെ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാം. ഓക്കെ, ഇതവർ ഈ ഒരു 3 ടൈപ്പിൽ പല രീതിയിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കും. ചിലപ്പോൾ സിമ്പിളായിട്ട് അവർ ചോദിക്കും, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ഈ 3 ടൈപ്പിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് നമ്മൾ യെസ്, യു പ്ലീസ് നോട്ട്, നമ്മുടെ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് 1 by 1 ആയി നോക്കി തുടങ്ങാം. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണ സമയത്ത് ഞാൻ പറയാം ഓരോ ക്വസ്റ്റ്യനും നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. യെസ്, ഈ ഒരു ചാപ്റ്റർ എന്താ പറയുക, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ളൊരു ചാപ്റ്റർ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാൻ പോണത് റേഷ്യോ മെത്തേഡ്സ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യാൻ പോണത് മെത്തേഡ്സ് ബേസ്ഡ് ഓൺ റേഷ്യോസ് ആണ്. അതായത് റേഷ്യോസ് വെച്ചിട്ടുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോണേ. മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻ എന്നുള്ള ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഈ റേഷ്യോ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ചില ക്വസ്റ്റ്യൻസ്, ചില ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വി ക്യാൻ ഓൾസോ സോൾവ്. അതായത് നമ്മുടെ ഈ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻ എന്നുള്ള ആ ഒരു ചാപ്റ്റർ അല്ലാതെ പ്യോർലി റേഷ്യോ ബേസ്ഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസിനെ നമുക്ക് എങ്ങനെയും സോൾവ് ചെയ്യാൻ പറ്റും. മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസിൻ്റെ ലോജിക്ക് യൂസ് ചെയ്തും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ ആ ചാപ്റ്റർ വരുമ്പം അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് റേഷ്യോ മെത്തേഡ്സ് ആണ്. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ റേഷ്യോ മെത്തേഡ്സിൽ തന്നെ നമുക്ക് 2-3 മെത്തേഡ്സ് ഉണ്ടാവും. എല്ലാം നമുക്ക് നോക്കാം, ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, the ratio of the quantities of an acid and water in a mixture is 2:5. If 5 liters of acid is added to the mixture,
the new ratio becomes 1:2. The quantity of the new mixture in liters is. ഓക്കെ, നോക്കിക്കോളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം ടൈപ്പ് 1 ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇപ്പോൾ ടൈപ്പ് 1 അല്ലെങ്കിൽ ടൈപ്പ് 2, ടൈപ്പ് 3 ഏതാണ്, ഏത് ടൈപ്പ് ആണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണമെന്നൊന്നുമില്ല. ക്വസ്റ്റ്യൻ വായിക്കുക, നിങ്ങൾക്ക് എന്താണ് തന്നിട്ടുള്ളത്, നമ്മളോട് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വെച്ച് നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കോളൂ. അപ്പോൾ ഇവിടെ റേഷ്യോ നമുക്ക് തന്നിട്ടുള്ളത്, ഇവിടുത്തെ മിക്സ്ചർ എന്ന് പറയുന്നത് ആസിഡും വാട്ടറും കൂടെ ഉള്ളൊരു മിക്സ്ചറാണ്. സോ ഞാൻ എഴുതാൻ പോവാണ്. ആസിഡിനെ എ എന്നും വാട്ടറിനെ W എന്നുമാണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദി റേഷ്യോ ഓഫ് ആസിഡ് ടു വാട്ടർ എന്ന് പറയുന്നത് 2:5 ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ റേഷ്യോ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് പറയുവാണ്, ഇവിടെ എന്ത് ഓർഡറിലാണോ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അതേ ഓർഡറിലായിരിക്കണം റേഷ്യോ. കോമ്പണൻസിൻ്റെ ഓർഡർ ആസിഡ് ആൻഡ് വാട്ടർ ആണ്. സോ റേഷ്യോയുടെ ഓർഡറും എന്താണ്? ആസിഡും വാട്ടർ. അതായത് ആസിഡിൻ്റെ നേരെ ആദ്യം വരുന്ന 2 ആണ്, വാട്ടറിൻ്റെ നേരെ ആദ്യം വരുന്ന 5 ആണ്. ക്ലിയർ ആയല്ലോ? 5 liters ഓഫ് ആസിഡ് ഈസ് ആഡഡ് ടു ദ മിക്സ്ചർ. ഈ ഒരു മിക്സ്ചറിലേക്ക് നമ്മൾ എന്താണ് ചെയ്തത്? 5 ലിറ്റർ ആസിഡ് മാത്രമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ എൻ്റെ റേഷ്യോ എന്തായി? എൻ്റെ റേഷ്യോ 1:2 ആയി അല്ലേ? എൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? സഡൻ ക്വാണ്ടിറ്റി ഓഫ് മിക്സ്ചർ ഉണ്ടായിരുന്നു, ഒരു ആസിഡ് വാട്ടർ സൊല്യൂഷൻ ആയിരുന്നു. അത് 2:5 ആണ് ആ ഒരു എന്താ പറയുക, ആ ഒരു മിക്സ്ചറിലുള്ള കോമ്പോണൻസിൻ്റെ റേഷ്യോ. അതിലേക്ക് ഞാൻ ആസിഡ് മാത്രം 5 ലിറ്റർ ആസിഡ് മാത്രം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ റേഷ്യോ എന്തായി? 1:2 ആയി. ചിലരുടെ മനസ്സിലെങ്കിലും വന്നൊരു സംശയമായിരിക്കും, ഈ 5 ലിറ്റർ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ റേഷ്യോ എൻറ്റയർലി മാറി. നോക്കിക്കോളൂ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 70 liters ഓഫ് സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കും. എൻ്റെ കയ്യിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 70 liters ഓഫ് 70 വേണ്ട 70 എങ്കിൽ 70 ഒരു 70 liters ഓഫ് സൊല്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 20 liters എന്താണ്? 20 ലിറ്റർ ആസിഡാണ്, 50 ലിറ്റർ വാട്ടറാണ്. ഇത് റേഷ്യോയുടെ ബേസിക്സ് ആണ് അല്ലേ? ഇത് റേഷ്യോയുടെ ബേസിക്സ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതായത് നോക്കിക്കോളൂ, ഇവിടെ റേഷ്യോ 2:5 ആണ്. സോ 7 = 2 + 5 ചെയ്യുമ്പോൾ 7 കിട്ടും. 7 = 70, 1 = 10. 1 = 10 ആണെങ്കിൽ 2 എന്ന് പറയുമ്പോൾ 20 ആണ്, 5 എന്ന് പറയുമ്പോൾ 50 ആണ്. ഇതെന്താണ്? ഇത് ബേസിക് ആയ റേഷ്യോ ആണ്. നിങ്ങൾ റേഷ്യോയുടെ ബേസിക്സ് എന്നുള്ള ആ ഒരു സെഷൻ കാണാതെയാണ് ഇത് വന്ന് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ഡൗട്ട്സ് വരും. നമ്മൾ 3 സെക്ഷൻസിൽ നമ്മുടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ള ചാപ്റ്ററിൽ 3 സെക്ഷൻ കവർ ചെയ്തിട്ട് ദിസ് ഈസ് ദ 4th സെക്ഷൻ. ഇത് 4ാമത്തെ സെക്ഷനാണ്. സോ ഇവിടെ നമ്മൾ പിന്നെയും എല്ലാ ബേസിക്കായ കാര്യങ്ങളും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കില്ല. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിങ് ബേസിക്സ്, ഇതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ആ 3 സെഷൻസ് പോയി നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിലേക്ക് 5 ലിറ്റർ ഞാൻ ആഡ് ചെയ്തു എന്ന് വിചാരിക്കും. ഇതിലേക്ക് ഞാൻ 5 ലിറ്റർ ഞാൻ ആഡ് ചെയ്തപ്പോൾ നോക്കിക്കോളൂ, 5 വേണ്ട, ഞാനൊരു കാര്യം ചെയ്യാം, തൽക്കാലം 10 ലിറ്റർ ആക്കാം. ഓക്കെ, ഞാൻ 10 ലിറ്റർ ആഡ് ചെയ്തു. സോ 10 ലിറ്റർ ആഡ് ചെയ്യുമ്പോൾ ഞാൻ ആസിഡ് മാത്രമാണ് ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി 30 ആണ്. വാട്ടർ ഞാൻ ആഡ് ചെയ്യോ റിമൂവ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല. സോ അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ എന്തില്ല? ഒരു വേരിയേഷനും ഇല്ല. ഇനി ആസിഡ് ടു വാട്ടറിൻ്റെ റേഷ്യോ നോക്കിക്കോളൂ, 3:5 എന്നായി. ക്ലിയർ ആയല്ലോ? സോ അങ്ങനെയാണ് ഏതെങ്കിലും ഒരു കോമ്പണൻറ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പം അതിൻ്റെ റേഷ്യോയിൽ വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഇതിൽ നമ്മൾ ഏത് സാധനമാണോ ആഡ് ചെയ്യണേ അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ട്. പക്ഷെ മറ്റേ ആളുടെ ക്വാണ്ടിറ്റിയിൽ എന്തില്ല? ഒരു വ്യത്യാസവും ഇല്ല അല്ലേ? നമ്മൾ ഏത് സംഭവമാണോ ഏത് കോമ്പണൻ്റ് ആണോ ആഡ് ചെയ്യുന്നത്, ദർ ഈസ് ഓൺലി ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കോമ്പണൻ്റ് അല്ലേ? ആ ഒരു കോമ്പണൻറ്റിൽ മാത്രമേ എന്തുള്ളൂ? ചേഞ്ച് ഉള്ളൂ. മറ്റേ കോമ്പണൻറ്റിൽ ദർ ഈസ് നോ ചേഞ്ച് അല്ലേ? മറ്റേ കോമ്പണൻ്റ് ക്വാണ്ടിറ്റി റിമൈൻസ് അൺചേഞ്ച്ഡ്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഈ ഒരു ലോജിക്ക് മനസ്സിലായല്ലോ. ഇനി ബാക്ക് ടു ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു ടൈപ്പ്
ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് സർട്ടൺ റേഷ്യോയിൽ ഒരു മിക്സ്ചറിൽ ഉള്ള കോമ്പോണൻസിൻ്റെ സർട്ടൺ റേഷ്യോ തന്നിട്ടുണ്ട്. അതിലേക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോമ്പോണൻറ്റ് ആഡ് ചെയ്തു, റേഷ്യോ ഇങ്ങനെ ആയി, ഈ രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് കോമ്പോണൻറ്റിൻ്റെ വാല്യൂ ആണ് അൺചേഞ്ച്ഡ് ആയി റിമൈൻ ചെയ്യേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിയിലായിരിക്കും എന്ത് വരിക, ഒരു വേരിയേഷനും ഇല്ലാതെ അതങ്ങനെ അൺചേഞ്ച്ഡ് ആയിട്ട് ഒരു മാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെ റിമൈൻ ചെയ്യുന്ന കോമ്പോണൻറ്റ് ഏതാണ്? വാട്ടറാണ്. ബിക്കോസ് വി ആർ ആഡിങ് ആസിഡ് അല്ലേ, ഈ ഒരു മിക്സ്ചറിലേക്ക് നമ്മൾ അഡീഷണലായി ആഡ് ചെയ്ത് കൊടുക്കുന്ന കോമ്പോണൻറ്റ് ഏതാണ്? ആസിഡാണ്. ഇവിടെ നോക്കിക്കോളൂ, വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി 5 ആണ്, 2 ആണ്, രണ്ടും സെയിം അല്ല. ചില സമയത്ത് സെയിം ആയിരിക്കും, പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ സെയിം അല്ല. സെയിം അല്ലെങ്കിൽ നമ്മൾ അതിനെ സെയിം ആക്കണം. എങ്ങനെ നമുക്ക് സെയിം ആക്കാം? ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇവിടെ വാല്യൂ 4 ആണ് എന്ന് വിചാരിച്ചു, ഇവിടെ 5 അല്ല, പകരം 4 ആണെന്ന് വിചാരിച്ചോളൂ. ഈ 2യുടെ കൂടെ നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 ആവും. നമ്മൾ സെയിം ആക്കേണ്ട വാല്യൂ ആരുടെയാണ്? വാട്ടറിൻ്റെ മാത്രമാണ്. സോ അതിൻ്റെ രണ്ടിൻ്റെയും ആ 2 വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യണേ. മറ്റേ ആൾ നമ്മളിപ്പോൾ ആദ്യം മൈൻഡ് ചെയ്യില്ല. ഓക്കെ, ഇവിടെ 4 ആണെങ്കിൽ നമുക്കറിയാം ഈ 2യുടെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ആവും. അങ്ങനെ ഐദർ ചില സമയത്ത് എന്താണ്, ഏതെങ്കിലും ഒരൊറ്റ റേഷ്യോയുടെ കൂടെ നമ്മൾ ഏതെങ്കിലും വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മറ്റേ ആളെ കിട്ടും. പക്ഷേ ഇവിടെ ഈ ഒരു ഇതിൽ നോക്കിക്കോളൂ, 5ഉം 2ഉം ആണ് അല്ലേ, ഇവിടെ എന്താണ് 5ഉം 2ഉം ആണ്. സോ ഇവിടെ നമ്മൾ ഈക്വൽ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പോവാണ്? ഇയാൾ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇയാൾ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എൻ്റെ പുതിയ റേഷ്യോസ് എന്തായി? 4 10 ആയി, ഇവിടെ എന്തായി? 5 ഇവിടെ 10 ആയി. ഇപ്പം നോക്കിക്കേ, ഇപ്പം ഈ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി എന്തായി? ഇപ്പം ഈ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി സെയിം ആയി. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കറിയാം, നമ്മൾ റേഷ്യോ എന്നുള്ള ചാപ്റ്ററിൻ്റെ ബേസിക്സ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു, നമ്മൾ ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ റേഷ്യോയുടെ വാല്യൂസിന് നമ്മൾ ആരുടെയെങ്കിലും കൂടെ ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു ആക്ച്വൽ വാല്യൂയുടെ കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പം സിമിലർ ക്വാണ്ടിറ്റീസ് ആയിരിക്കണം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുള്ള ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് അഡീഷണലായി ആഡ് ചെയ്ത ആസിഡിൻ്റെ ക്വാണ്ടിറ്റിയാണ് അല്ലേ, അഡീഷണലായി ആഡ് ചെയ്ത ആസിഡിൻ്റെ ക്വാണ്ടിറ്റി ആണ് തന്നിട്ടുള്ളത്. സോ ആ ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മുടെ റേഷ്യോ വാല്യൂവിനെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഇവിടെ നോക്കിക്കോളൂ, ആദ്യം ഉണ്ടായിരുന്ന ആസിഡിൻ്റെ വാല്യൂ 4 ആണ്, രണ്ടാമത്തെ ആസിഡിൻ്റെ വാല്യൂ 5 ആയി. അപ്പോൾ എത്രയാണ് ആഡ് ചെയ്തത്? വിത്ത് റെസ്പെക്ട് ടു റേഷ്യോ 1 ആണ് ആഡ് ചെയ്തത്. ഈ റേഷ്യോക്ക് അനുസരിച്ച് നമ്മൾ എത്ര യൂണിറ്റ്സ് ആണ് ആഡ് ചെയ്തത്? 1 യൂണിറ്റ്സ് ആണ് ആഡ് ചെയ്തത്. ആക്ച്വലി നമ്മൾ ആഡ് ചെയ്തത് 5 ലിറ്റർ. സോ നമുക്ക് കിട്ടി 1 = 5 ലിറ്റർ എന്ന് കിട്ടി. ഇനി ഇതിലുള്ള ഏത് വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ഈസി ആയിട്ട് കാണാം. നിങ്ങളോട് ഇതിലുള്ള വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞോ? 5 × 10 50 ലിറ്റർ. ഇനീഷ്യൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞോ? നോക്കിക്കോളൂ, 14 × 5 70 ലിറ്റർ. ഫൈനൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞോ? 15 × 5 75 ലിറ്റർ. ക്ലിയർ ആയല്ലോ? സോ യെസ്. അപ്പോൾ ഇതിൽ ഇനി അതല്ല, ആദ്യം ഉണ്ടായിരുന്നതിലെ ആസിഡിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞോ? 4 × 5 20. രണ്ടാമത്തെ പുതിയ മിക്സ്ചറിലെ ആസിഡിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞോ? 5 × 5 25. മനസ്സിലായല്ലോ? ഈ ഒരു വാല്യൂ വെച്ച് ഏത് വാല്യൂ ചോദിച്ചാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഒരു മെത്തേഡ്. ക്ലിയർ ആയല്ലോ? യെസ്. ഇനി ഈ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് വേറൊരു മെത്തേഡിൽ ചെയ്യാം. നമ്മുടെ ഇൻകം എക്സ്പെൻഡിച്ചർ അല്ലേ, ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സ് എന്നുള്ള ആ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞു, ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് 2 വേരിയബിൾസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് 2 വേരിയബിൾസ് ഉണ്ട്. ആ 2 വേരിയബിൾസ് 2 ലീനിയർ ഇക്വേഷൻസ് ഫോം ചെയ്യുന്നുണ്ട്. വി ക്യാൻ ഫോം ലീനിയർ ഇക്വേഷൻസ്. അതിൽ ലീനിയർ ഇക്വേഷൻസ് ഫോം ചെയ്ത് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് നമുക്ക് ആ വേരിയബിൾസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ദർ വി ക്യാൻ ഫോളോ വിച്ച് മെത്തേഡ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെ നമ്മുടെ ആസിഡ് ഈസ് ടു ആദ്യത്തെ മിക്സ്ചറിൻ്റെ റേഷ്യോ 2:5 ആണ്. രണ്ടാമത്തെ മിക്സ്ചറിൻ്റെ റേഷ്യോ എന്താണ്? ആസിഡ് ഈസ് ടു വാട്ടർ 1:2 ആണ്. ഞാനിതിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതിനെ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എൻ്റെ ആസിഡിൻ്റെ ക്വാണ്ടിറ്റി 2x 5x, ഇവിടെ y 2y. ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത്? ആസിഡിലേക്ക് 2x ഞാൻ 5 ലിറ്റർ ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? y കിട്ടി. ഈ 5 ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാണ്. 2x - y = -5 അല്ലേ. ഇനി
ഇനി നോക്കിക്കോളൂ 5x കൂടെ ഞാൻ ഒന്നും ആഡ് ചെയ്യുന്നില്ല അല്ലേ, ഒന്നും ആഡ് ചെയ്യണില്ല. അപ്പോൾ എനിക്ക് അപ്പോൾ 0 ആണ്. സോ അതുകൊണ്ട് ഞാൻ 0 എഴുതണില്ല. 5x = 2y. സോ ഇതിനെ എങ്ങനെ എനിക്ക് മാറ്റി എഴുതാം? 5x - 2y = 0 എന്ന് എഴുതാം. ഇവിടെ എനിക്ക് എന്ത് കിട്ടി? 2 ലീനിയർ ഇക്വേഷൻസ് കിട്ടി. ഇവിടെ ഇപ്പോൾ ചിലർ വിചാരിക്കും 5x = 2y ആണ്, ഇതിൽ x ഇൻ ടേംസ് ഓഫ് y നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ y ഇൻ ടേംസ് ഓഫ് x കണ്ടുപിടിച്ച് നമുക്ക് സോൾവ് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ഇവിടെ നോക്കിക്കോളൂ, നമുക്ക് 2 ലീനിയർ ഇക്വേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ 2 ലീനിയർ ഇക്വേഷൻസ് കിട്ടി നമ്മളിത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്ക് ഇവിടെ ഏത് മെത്തേഡ് ഫോളോ ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഫോളോ ചെയ്യാം. ഓക്കെ, നമുക്കിങ്ങനെ ഈ ഒരു 2 ലീനിയർ ഇക്വേഷൻസിൽ ഒരു ലീനിയർ ഇക്വേഷൻ യൂസ് ചെയ്ത് x ഇൻ ടേംസ് ഓഫ് y അല്ലെങ്കിൽ y ഇൻ ടേംസ് ഓഫ് x കണ്ടുപിടിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് വേറൊരു രീതിയിൽ നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത ആ ഒരു രീതിയിലും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഒരു രണ്ടാമത്തെ മെത്തേഡാണ്. ഈ 2 മെത്തേഡിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നോക്കിക്കോളൂ, ആസിഡ് ഈസ് ടു വാട്ടർ അല്ലേ. അപ്പം നമുക്കറിയാം ആരെയാണോ നമുക്ക് ക്വസ്റ്റ്യനിൽ അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വാണ്ടിറ്റി ആണോ കണ്ടുപിടിക്കേണ്ടത് അത് നിങ്ങൾ ആദ്യം എഴുതുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ പുതിയ മിക്സ്ചറാണ്. സോ 1:2 ആണ്. രണ്ടാമത്തെ ആൾ 2:5 ആണ്. നമുക്കറിയാം ഇവിടെ ഏതാണ് മിക്സ് ചെയ്തത്? നമ്മൾ ആസിഡ് ആണ് മിക്സ് ചെയ്തത്, 5 ആണ് മിക്സ് ചെയ്തത്. ഇവിടെ എന്താണ്? 0 ആണ് അല്ലേ. ഒന്നും മിക്സ് ചെയ്തില്ല എന്ന് പറയുമ്പോൾ അവരുടെ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് 0 ആണ്. 5 - 4 = 10 അല്ലേ. സോറി 25. 5 × 5 25 - 0. സോ നമുക്ക് എന്ത് കിട്ടി? 1 = 25 എന്ന് കിട്ടി. 1 = 25 എന്ന് കിട്ടി. ഇവിടെ എന്താണ് ക്വാണ്ടിറ്റി? 1 + 2 3 ആണ്. സോ 3 എന്ന് പറയുമ്പോൾ 3 × 25 75 ലിറ്റർ. ഇങ്ങനെ സിമ്പിളായിട്ടും നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ക്ലിയർ ആയല്ലോ? സോ ഈ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പം either you can follow the first method or you can follow the second method. Yes. In a mixture of 70 liters, the ratio of kerosene and oil is 3:4. If the ratio is to be made 1:1, find the quantity of kerosene to be added. ഈ സെയിം കാറ്റഗറിയിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നേരത്തെ അവർ എന്തായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്? എത്ര ലിറ്റർ ആണ് നമ്മൾ അഡീഷണൽ ആഡ് ചെയ്തതെന്ന് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളോട് ന്യൂ മിക്സ്ചറിൻ്റെ വാല്യൂ ആണ്, അതിൻ്റെ വോള്യൂം ആണ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഇനീഷ്യലി ആ മിക്സ്ചറിൻ്റെ ക്വാണ്ടിറ്റി അവർ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? കണ്ടുപിടിക്കാൻ പറഞ്ഞത് എത്ര ക്വാണ്ടിറ്റി ഓഫ് കെറോസിൻ ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നോക്കിക്കോളൂ, ഈ ക്വസ്റ്റ്യനും നമ്മൾ നേരത്തെ ചെയ്ത ആ 2 മെത്തേഡ് യൂസ് ചെയ്തും നമുക്ക് സോൾവ് ചെയ്യാം. 2 മെത്തേഡ്സും നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് ആദ്യം അവർ തന്നിട്ടുണ്ട് കെറോസിനെ K എന്നും ഓയിലിനെ O എന്നും ഞാൻ റെപ്രസെൻ്റ് ചെയ്യുവാണ്. ആദ്യം 3:4 ആണ്. പിന്നെ നമ്മുടെ റേഷ്യോ എന്താക്കണം? 1:1 ആക്കണം. ഇവിടെ നോക്കിക്കോളൂ, നമ്മൾ ആരെയാണ് ആഡ് ചെയ്ത് കൊടുക്കണത്? സർട്ടൺ എമൗണ്ട് ഓഫ് കെറോസിൻ ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഹിയർ വി ആർ ആഡിങ് സർട്ടൺ എമൗണ്ട് അല്ലെങ്കിൽ സർട്ടൺ ലിറ്റേഴ്സ് ഓർ സർട്ടൺ യൂണിറ്റ്സ് ഓഫ് കെറോസിൻ ആണ് നമ്മൾ ആഡ് ചെയ്യണത്. സോ ദ ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ റിമൈൻസ് അൺചേഞ്ച്ഡ് അല്ലേ. ഓയിലിൻ്റെ ക്വാണ്ടിറ്റിയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇവിടെ ഏതാണ് ഓയിൽ? 4 ആണ്. സോ ഇവിടെ ഞാൻ എന്താക്കുന്നു? 4 ആക്കാൻ വേണ്ടി ഐ എം ഗോയിങ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 4. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ പുതിയ റേഷ്യോ എന്തായി?
4:4 ആയി. അപ്പോൾ ഇനി ഞാൻ എല്ലാ കാര്യവും ഡീൽ ചെയ്യാൻ പോണത് ആരുമായിട്ടാണ്? 3:4 4:4 ആയിട്ടാണ്. ഓക്കെ, ഇവരിലാണ് ഈ 3യുടെ കൂടെ ഞാൻ 1 ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 4 കിട്ടി. നോക്കിക്കോളൂ, ഇവിടെ എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? എൻ്റെ ഇനീഷ്യൽ ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഇവിടെ 3 ആണ്. 3 + 4 7 ആണ്. 7 = 70 ലിറ്റർ, 1 = 10 ലിറ്റർ. അപ്പോൾ ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആയല്ലോ. ഇനി എത്രയാണ് ഇവിടെ ഞാൻ ആഡ് ചെയ്തത്? ഇവിടെ 3 ആണ്, ഇവിടെ 4 ആണ്. സോ ഞാൻ ഇവിടെ ആഡ് ചെയ്തത് എന്താണ്? ഇവിടെ ഞാൻ ആഡ് ചെയ്തത് 1 ആണ്. സോ എത്ര ലിറ്റർ ഞാൻ ആഡ് ചെയ്തു? 10 ലിറ്റർ ഓഫ് കെറസിൻ ആഡ് ചെയ്തപ്പോഴാണ് എൻ്റെ റേഷ്യോ എന്തായ? 1:1 ആയ. സപ്പോസ് നിങ്ങളോട് അവർ കെറസിനല്ല ഓയിലാണ് ആഡ് ചെയ്തതെന്ന് പറഞ്ഞതെന്ന് വിചാരിച്ചു. ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം റേഷ്യോ 1:2 ആയി. സോ ഓയിലാണ് നമ്മൾ ആഡ് ചെയ്യണതെങ്കിൽ കെറസിനായിരിക്കും അൺചേഞ്ച്ഡ് ആയിരിക്കണേ. സോ അതിന് ഞാൻ എന്ത് ചെയ്യും? 3 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ റേഷ്യോ എന്തായി? 3:6 എന്നായി. അപ്പോൾ ഇയാൾ അൺചേഞ്ച്ഡ് ആണ്. ഇവിടെ എത്ര ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ ആഡ് ചെയ്തു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ ഈ 6ഉം 4 തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ് അല്ലേ. 1 = 10 ലിറ്റർ ആണെങ്കിൽ 2 = എന്താണ്? 2 × 10 ലിറ്റർ 20 ലിറ്റർ. ക്ലിയർ ആയല്ലോ. സോ ഇത് നമ്മൾ എന്താണ്? ഫസ്റ്റ് മെത്തേഡ് വെച്ച് സോൾവ് ചെയ്തതാണ്. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നമ്മുടെ എന്താ പറയുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാം നോക്കിക്കോളൂ. ആദ്യം എനിക്കിപ്പം ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുള്ളത് എന്താണ്? 3:4 തന്നിട്ടുണ്ട്. 3:4 1:1 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. 3:4 1:1 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ കെറസിനാണ് ആഡ് ചെയ്യുന്നത്, എക്സ് ലിറ്റർ ആണ് ആഡ് ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്യുക. നമ്മൾ മാത്സിൽ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി, ഒരു വാല്യൂ അൺനോൺ ആണെങ്കിൽ വി ജസ്റ്റ് അസ്യൂം ഇറ്റ് ആസ് എക്സ് അല്ലേ. അതേപോലെ ഇവിടെ ഞാൻ എക്സ് എന്ന് കൊടുത്തു. ഇവിടെ എനിക്കറിയാം ഒരു വേരിയേഷൻ ഇല്ല. സോ 0 എന്ന് കൊടുത്തു. 3 - 4 = 1 × 0 0 x. സോ 1 = x എന്ന് കിട്ടി. 1 = x എന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കിക്കോളൂ, നമുക്ക് 1 = 10 ലിറ്റർ എന്ന് തന്നിട്ടുണ്ട്. സോ x = എന്താണ്? 10 ലിറ്റർ. നമ്മൾ 7 = 70 എന്ന് കണ്ടുപിടിച്ചു. 1 = 10 ലിറ്റർ എന്ന് കിട്ടി. 1 = x ആണ്. സോ x = എന്താണ്? 10 ലിറ്റർ. നമുക്കറിയാം 1 എന്ന് പറഞ്ഞിട്ട് 10 ലിറ്ററിന് ഈക്വൽ ആണ്. 1ഉം xഉം ഈക്വൽ ആണെങ്കിൽ വി ക്യാൻ സേ x ഈസ് ഓൾസോ ഈക്വൽ ടു 10 ലിറ്റർ അല്ലേ. നോക്കിക്കോളൂ, x = 1 = 10 ലിറ്റർ ആണെങ്കിൽ ഇവർ രണ്ടുപേരും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. സോ ദാറ്റ് ഈസ് x = 10 ലിറ്റർ. ക്ലിയർ ആയോ? ഓക്കെ. സപ്പോസ് നമ്മൾ ഓയിലാണ് ആഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോളൂ. ഇവിടെ 2 ആണ്. അപ്പോൾ ഓയിലിൻ്റെ അവിടെയാണ് എക്സ് വരിക, ഇവിടെ 0 എന്ന് വരും. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഇനി നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ, 3 6 6 - 4 = x, 2 = x എന്ന് കിട്ടും. നമുക്കറിയാം 1 = 10 ആണ്. ഓക്കെ, 1 = 10 ആണ്. സോ 2 = 20 ആണ്. 2 = x എന്ന് തന്നിട്ടുണ്ട്. സോ ദെയർഫോർ x = 20 ലിറ്റർ. ക്ലിയർ ആയല്ലോ? സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്തും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ? യെസ്. ചിലരുടെ മനസ്സിൽ വന്നൊരു ഡൗട്ടായിരിക്കും, റേഷ്യോ നമ്മൾ നേരെ തിരിച്ചെഴുതിയാൽ നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആണോ? നോക്കിക്കോളൂ, 1:1 3:4. പിന്നെ നമുക്ക് എന്താണ്? ഇവിടെ എക്സ് ആണ്, ഇവിടെ 0 ആണ്. 4 - 3 4 - 3 = 4x. 1 = 4x എന്നാണ് നമുക്ക് കിട്ടിയത്. 1ൻ്റെ വാല്യൂ എന്താണ്? 4x ആണ്. സോ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ, ഇങ്ങനെ നമ്മൾ തിരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ കറക്റ്റ് അല്ല. ക്ലിയർ ആയല്ലോ? 1 = 4x. സോ x = 1/4 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? നമുക്ക് ആരെയാണോ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മൾ 1:1 മുകളിലും 3:4 താഴത്തും നമ്മൾ എഴുതി. 3:4 താഴത്തും നമ്മൾ എഴുതി. നമുക്ക് ആദ്യത്തെ കേസിൽ നമുക്ക് 3:4 മുകളിൽ എഴുതിയപ്പോൾ നമുക്ക് x = 1 എന്നാണ് കിട്ടിയത്.
x is equal to 1 എന്ന് കിട്ടുമ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ആൻസേഴ്സ് സെയിം ആയിട്ട് കിട്ടി. അറ്റ് ദ സെയിം ടൈം നമ്മൾ മുകളിൽ 1:1 എന്ന് എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ എക്സിൻ്റെ വാല്യൂ 1/4 എന്നാണ്. ഈ 70യുടെ കൂടെ വാല്യൂ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂവിൽ നമ്മൾ ഈ എക്സ് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ റോങ് ആയിരിക്കും. സോ മോളിൽ ആരെയാണോ നമ്മൾ എഴുതിയേക്കണേ, അയാളുടെ ആക്ച്വൽ വാല്യൂ ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് പുതിയ മിക്സ്ചറിൻ്റെ ക്വാണ്ടിറ്റി 80 ലിറ്റർ എന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനീഷ്യൽ മിക്സ്ചറിൻ്റെ ക്വാണ്ടിറ്റി തരാതെ ന്യൂ മിക്സ്ചറിൻ്റെ പുതിയ സർട്ടൺ ക്വാണ്ടിറ്റി ഓഫ് കറോസിൻ ആഡ് ചെയ്തതിന് ശേഷമുള്ള ക്വാണ്ടിറ്റി 80 ലിറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അയാളുടെ കൂടെ നിങ്ങളൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. നോക്കിക്കോളൂ. 1 + 1 2 ആണ്. 2 = 80 ലിറ്റർ, 1 = 40 ലിറ്റർ. 1 എന്താണ്? 1 40 ലിറ്റർ ആണ്. ഓക്കെ, 1 40 ലിറ്റർ ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 1/4 ആണ്. സോ 40/4 ചെയ്യുമ്പോൾ 10 ലിറ്റർ നമുക്ക് എന്ത് കിട്ടി? കറക്റ്റായ ആൻസർ കിട്ടി. അപ്പം നമ്മൾ പറഞ്ഞു ആരുടെ കൂടെയാണോ നിങ്ങൾ ഇക്വേറ്റ് ചെയ്യുന്നത് അയാളെയാണ് മുകളിൽ എഴുതേണ്ടത്. അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇനീഷ്യൽ ക്വാണ്ടിറ്റി ആണ് തന്നിട്ടുള്ളതെങ്കിൽ മുകളിൽ എഴുതേണ്ടത് ആരുടെ റേഷ്യോയാണ്? ഇനീഷ്യലി ഉണ്ടായിരുന്ന ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഫോളോ ചെയ്ത് നിങ്ങൾ ഈ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പം ഇനീഷ്യലി നിങ്ങൾ ആദ്യം ആരെയാണോ എഴുതുന്നത് അയാളുടെ ആക്ച്വൽ വാല്യൂ ആയിട്ടാണ് നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമുക്ക് നമ്മുടെ ഇനീഷ്യൽ വാല്യൂ ആണ് തന്നെ. സോ നമ്മൾ 3:4 ആദ്യം എഴുതും, രണ്ടാമത് 1:1 എഴുതും, അതിനനുസരിച്ച് സോൾവ് ചെയ്ത് വരും. ഇൻ കേസ് നിങ്ങൾക്ക് ന്യൂ മിക്സ്ചറിൻ്റെ ക്വാണ്ടിറ്റി ആണ് തന്നതെങ്കിൽ ന്യൂ മിക്സ്ചറിലെ റേഷ്യോ നമ്മൾ ആദ്യം എഴുതും, പിന്നെ ആദ്യത്തെ ആൾ രണ്ടാമത് എഴുതിയിട്ട് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ മെത്തേഡ്സ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു റിമെമ്പർ ഓൾ ദീസ് സ്മോൾ പോയിൻറ്റ്സ്. ഈ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇതൊക്കെ കുഞ്ഞു കാര്യങ്ങളാണ്. ഈ ഒരു കുഞ്ഞു കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പാടില്ലെങ്കിൽ ഒരുപാട് മിസ്റ്റേക്സ് വരും. ഒന്ന് ആലോചിച്ച് നോക്കുകയും ഇപ്പോൾ നിങ്ങൾക്ക് ഇനീഷ്യൽ വാല്യൂ ആണ്, ഇനീഷ്യൽ മിക്സ്ചറിൻ്റെ ക്വാണ്ടിറ്റി ആണ് തന്നെ. മുകളിൽ ഒരാൾ 1 കുഞ്ഞു കാര്യങ്ങൾ അറിയാത്ത ആൾ 1:1 എഴുതി, താഴത്ത് 3:4 എഴുതി, എന്നിട്ട് 1:1 കൂടെ ആ 70 അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്ത് അയാൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഹീൽ ഗെറ്റ് റോങ് ആൻസർ. അയാൾക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? തെറ്റായിരിക്കും. ചിലപ്പോൾ കോൺസെപ്റ്റ് അറിയായിരിക്കും, സോൾവ് ചെയ്യേണ്ട എങ്ങനെയാണെന്നറിയാം, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി, പക്ഷെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ റോങ് ആകും. കുറേ പിള്ളേർക്ക് പറ്റുന്ന അബദ്ധങ്ങൾ അതാണ്. മനസ്സിലാക്കുന്ന കോൺസെപ്റ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. ഹാഫ് നോളജ് ഓൾവേസ് ഡിസ്ട്രോയ്സ് തിങ്സ് ആണ്. അതായത് നമുക്ക് പകുതി നോളജ്, ഒരു കാര്യം നമുക്കറിയാമെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള മുഴുവനായ കാര്യങ്ങൾ നമുക്കറിയണം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം നശിപ്പിക്കും. യെസ്. From a homogeneous mixture of salt and sugar, containing 4 parts of salt and 5 parts of sugar. One-fourth part of the mixture is drawn off and replaced with salt. The ratio of salt and sugar in the new mixture. Okay.
ഏത് ടൈപ്പാണ്? റീപ്ലേസ്മെൻ്റ് ആണ്. ഇത് റീപ്ലേസ്മെൻ്റ് ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. ഫ്രം എ ഹോമോജിനസ് മിക്സ്ചർ, നമ്മൾ ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എന്താണ് ഹോമോജിനസ് മിക്സ്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇവിടെ സോൾട്ടിൻ്റെയും ഷുഗറിൻ്റെയും മിക്സ്ചറാണ്. ഈ ഒരു പർട്ടിക്കുലർ മിക്സ്ചറിന് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇങ്ങനൊരു പ്ലേറ്റ് ഉണ്ട്. ഈ പ്ലേറ്റിലാണ് നമ്മൾ സോൾട്ടും ഷുഗറും മിക്സ് ചെയ്ത് വെച്ചേക്കണതെങ്കിൽ ഈ ഭാഗത്തു നിന്ന് എടുത്താലും അതിൻ്റെ റേഷ്യോ സെയിം ആണ്, ഈ ഭാഗത്തു നിന്ന് എടുത്താലും അതിൻ്റെ റേഷ്യോ സെയിം ആണ്, ഇവിടെ നിന്ന് എടുത്താലും ഇവിടെ നിന്ന് എടുത്താലും ഏത് ഭാഗത്തു നിന്ന് എടുത്താലും ആ ഒരു പെർട്ടിക്കുലർ പോർഷനിലുള്ള ഷുഗറിൻ്റെയും സോൾട്ടിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അതിൻ്റെ ആക്ച്വൽ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവില്ല. നമ്മൾ എടുക്കുന്ന ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് റിയൽ വാല്യൂസിൽ വ്യത്യാസം ഉണ്ടാവും. ബട്ട് ദ റേഷ്യോ ഓൾവേസ് റിമൈൻ കോൺസ്റ്റൻറ്റ് ഇഫ് ദ മിക്സ്ചർ ഈസ് ഹോമോജിനസ് മിക്സ്ചർ. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇനി നോക്കിക്കോളൂ. നമുക്ക് തന്നിട്ടുണ്ട് ഒരു ഹോമോജിനസ് മിക്സ്ചർ ഓഫ് സോൾട്ട് ആൻഡ് ഷുഗറാണ്. സോൾട്ടും ഷുഗറും. ഓക്കെ, അതിൽ 4 പാർട്സ് സോൾട്ടാണ്, 5 പാർട്സ് ഷുഗറാണ് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? 1/4 പാർട്ട് നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്തു. 1/4 പാർട്ട് ഓഫ് ദിസ് പർട്ടിക്കുലർ പർട്ടിക്കുലർ മിക്സ്ചർ നമ്മൾ റിമൂവ് ചെയ്തു. ഈ റീപ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ 2 ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് നമ്മൾ ഓർത്തിരിക്കണം. റീപ്ലേസ്മെൻറ്റിൻ്റെ ഈ ഒരു ടോപ്പിക്കിൽ 2 ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണോ ആ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു മിക്സ്ചർ നമ്മൾ റിമൂവ് ചെയ്യുന്നത്, ആ സെയിം ക്വാണ്ടിറ്റി കൊണ്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഇവർ നമുക്ക് ക്വസ്റ്റ്യനിൽ അവർ സ്പെസിഫൈ ചെയ്ത് തരില്ല ദ ക്വാണ്ടിറ്റി, അതായത് ഈ ഒരു മിക്സ്ചറിൻ്റെ റിമൂവ് ചെയ്ത മിക്സ്ചറിൻ്റെ ക്വാണ്ടിറ്റിയും അഡീഷണലി ആഡ് ചെയ്ത ആ ഒരു എന്താ പറയുക കോമ്പോണൻ്റ് ക്വാണ്ടിറ്റിയും സെയിം ആണ്. ക്വസ്റ്റ്യനിൽ അവർ സ്പെസിഫൈ ചെയ്ത് തരില്ല, മറിച്ച് അവർ എന്ത് തന്നിട്ടുണ്ടാവും? റീപ്ലേസ്ഡ് വിത്ത് എന്ന് തന്നിട്ടുണ്ടാവും. ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ലൈക്ക് റീപ്ലേസ്ഡ് വിത്ത്, യെസ്, നിങ്ങൾ ഉറപ്പിച്ചോളുക രണ്ടിൻ്റെയും ക്വാണ്ടിറ്റി സെയിം ആണ്. അപ്പോൾ ഇവിടെ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 1 കിലോഗ്രാം ഓഫ് ഈ ഒരു മിക്സ്ചറിൽ നിന്ന് നിങ്ങൾ 1 കിലോഗ്രാം ഓഫ് ദി പെർട്ടിക്കുലർ മിക്സ്ചറാണ് നിങ്ങൾ റിമൂവ് ചെയ്യണതെങ്കിൽ, നിങ്ങൾ അഡീഷണൽ ആയി സേ ഫോർ എക്സാമ്പിൾ ഷുഗറാണ് നിങ്ങൾ റീപ്ലേസ് ചെയ്യണതെങ്കിൽ എത്ര ക്വാണ്ടിറ്റി റീപ്ലേസ് ചെയ്യും? 1 കിലോഗ്രാം ഓഫ് ഷുഗർ റീപ്ലേസ് ചെയ്യും. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഓർത്തിരിക്കേണ്ട കാര്യം, ഒരു മിക്സ്ചറിൽ നിന്ന് സർട്ടൺ ക്വാണ്ടിറ്റി ഓഫ് എ മിക്സ്ചറിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ റിമൂവ് ചെയ്യണ സമയത്ത് അതിലുള്ള റിമൈനിങ് പാർട്ടിൽ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇതൊരു ഷുഗർ സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കും. ഇതൊരു എ ബീക്കർ ഫുൾ ഓഫ് ഷുഗർ സൊല്യൂഷൻ ആണ്. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഈ ഒരു ഷുഗർ സൊല്യൂഷനിൽ ഷുഗറിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ 2:3 ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഞാൻ ഇതിലൊരു ഹാഫ് ബീക്കർ ഞാൻ റിമൂവ് ചെയ്തു. ഹാഫ് ബീക്കർ ഞാൻ റിമൂവ് ചെയ്യണ സമയത്ത് ഈ റിമൈനിങ് ഉള്ള ഈ ഒരു ഷുഗർ സൊല്യൂഷനിലെ ഷുഗറിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2:3 തന്നെ ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഒരു ഹോമോജിനസ് മിക്സ്ചറിൽ ഏത് ഭാഗത്ത് നമ്മൾ എടുത്താലും അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി കൺസിഡർ ചെയ്താലും അല്ലെങ്കിൽ ആ ഒരു മിക്സ്ചറിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നമ്മൾ ആ ഒരു മിക്സ്ചറിൻ്റെ സർട്ടൺ എമൗണ്ട് നമ്മൾ എടുത്താലും അതിൻ്റെ റിയൽ വാല്യൂസിൽ വേരിയേഷൻസ് ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ആ ഒരു ആക്ച്വൽ ക്വാണ്ടിറ്റീസിൻ്റെ റേഷ്യോയിൽ വേരിയേഷൻ ഉണ്ടാവില്ല. ഇതിപ്പോൾ ഒരു 80 ലിറ്ററുള്ള ഒരു ബീക്കറാണെന്ന് വിചാരിക്കുക. നമ്മുടെ ഈ റേഷ്യോയ്ക്ക് അനുസരിച്ച് 5 ആണല്ലേ, 30:48. ഓക്കെ, ഈ ഒരു റേഷ്യോയ്ക്ക് അനുസരിച്ച് 32 യൂണിറ്റ്സ് ഷുഗറും 48 യൂണിറ്റ്സ് എന്താണ്? വാട്ടറാണ് അല്ലേ? 32 യൂണിറ്റ്സ് ഷുഗറും 48 യൂണിറ്റ്സ് വാട്ടറുമാണ് നമ്മുടെ ഈ ഒരു ബീക്കറിൻ്റെ കപ്പാസിറ്റി, അല്ലെങ്കിൽ ഈ ബീക്കറിൽ ഉണ്ടായിരുന്ന ആ ഒരു സൊല്യൂഷൻ്റെ ഇനീഷ്യൽ ക്വാണ്ടിറ്റി 80 ലിറ്റർ ആണെങ്കിൽ ഞാൻ അതിൽ നിന്ന് എന്താണ് ചെയ്തത്? ഹാഫ് ദ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഹാഫ് ദ കപ്പാസിറ്റി ഓഫ് ദ ബീക്കറാണ് ഞാൻ റിമൂവ് ചെയ്തത്. ഹോൾ 80 ലിറ്റർ ആകുമ്പോൾ അതിൻ്റെ ഹാഫ് എന്താണ്? അതിൻ്റെ ഹാഫ് 40 ലിറ്റർ ആണ്. അതിൻ്റെ ഹാഫ്
40 ലിറ്റർ ആണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു എത്ര ക്വാണ്ടിറ്റി ഓഫ് ആ ഒരു മിക്സ്ചർ എടുത്താലും എന്താണ് അതിൻ്റെ ആക്ച്വൽ വാല്യൂസിൽ വേരിയേഷൻ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ റേഷ്യോയിൽ വേരിയേഷൻ ഉണ്ടാവില്ല. സോ ഈ 40 ലിറ്ററിലും ഉള്ള ഷുഗറിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ എന്താണ്? 2:3 ആണ്. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 16ഉം 24ഉം കിട്ടും. 16ഉം 24ഉം കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, റിമൈനിങ് ഉള്ള ഈ വാട്ടറിലുള്ള ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? 32 - 16. വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? 48 - 24 അല്ലേ? ഇത് സോൾവ് ചെയ്യുമ്പോൾ 16:24 എന്ന് കിട്ടും. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. അപ്പോൾ ഒരു സർട്ടൺ ക്വാണ്ടിറ്റി ഓഫ് എ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു മിക്സ്ചർ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും റിമൈനിങ് ഉള്ള ആ ഒരു മിക്സ്ചറിൽ ആ ഉള്ള കോമ്പോണൻസിൻ്റെ റേഷ്യോ എന്തായിരിക്കും? ആസ് ഇനീഷ്യൽ വാല്യൂ. ഇനീഷ്യലി എന്തായിരുന്നോ വാല്യൂ അത് തന്നെ ആയിരിക്കും. സോ ഈ ഒരു പോയിന്റും നമ്മൾ എവിടെ ഓർത്തിരിക്കണം? റീപ്ലേസ്മെൻറ്റിൽ നമ്മൾ ഓർത്തിരിക്കണം. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ നമ്മളിവിടെ 1/4 പാർട്ട് നമ്മൾ റിമൂവ് ചെയ്തു അല്ലേ? 1/4 പാർട്ട് നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പം ആ ഒരു മിക്സ്ചറിലുള്ള കോമ്പോണൻസ് സോൾട്ടിൻ്റെയും ഷുഗറിൻ്റെയും റേഷ്യോ എന്താണ്? നോ ചേഞ്ച് ആണ്, 4:5 ആണ്. പിന്നെ നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ റീപ്ലേസ് ചെയ്തു സോൾട്ട് വെച്ചിട്ട്. സേ ഫോർ എക്സാമ്പിൾ 1/4 പാർട്ട് ഞാൻ എന്ത് ചെയ്തു? ഓഫ് സോൾട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ ഞാൻ എത്രയാണോ റിമൂവ് ചെയ്തത് അത്രയും ഞാൻ ഇവിടെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് x:y കിട്ടി. അങ്ങനെയെങ്കിൽ ഈ x:y എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഹിയർ യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദി റേഷ്യോ ആണ്. സോ ഇങ്ങനെ റേഷ്യോ ഒക്കെ നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് റാൻഡം ആയിട്ടൊരു വാല്യൂ, ഇവിടെ നമുക്ക് ഒന്നിൻ്റെയും റിയൽ വാല്യൂസ് അവർ തന്നിട്ടില്ല. റിമൂവ് ചെയ്ത ക്വാണ്ടിറ്റിയുടെ റിയൽ വാല്യൂ തന്നിട്ടില്ല, ഇനീഷ്യലി ഉണ്ടായിരുന്നതിൻ്റെ റിയൽ വാല്യൂ തന്നിട്ടില്ല, ഒന്നിൻ്റെയും ഇവിടെ റിയൽ വാല്യൂ തന്നിട്ടേ ഇല്ല. നമ്മളോട് ഫൈനലി അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളതും റേഷ്യോയാണ്. സോ ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു റാൻഡമായ ഒരു വാല്യൂ നമുക്ക് ചൂസ് ചെയ്ത് ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. റാൻഡമായ വാല്യൂ ചൂസ് ചെയ്യുമ്പോൾ യു ക്യാൻ ചൂസ് എനി നമ്പർ ഓഫ് യുവർ ചോയ്സ്. നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ടുള്ള ഏത് നമ്പറും ചൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് കാൽക്കുലേഷൻസ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കോളൂ, ഇവർ രണ്ടുപേരെയും ഈ രണ്ട് റേഷ്യോസിനെയും ആഡ് ചെയ്യുന്നു 9 ആണ്. പിന്നെ ഞാനിവിടെ റിമൂവ് ചെയ്തത് എന്താണ്? 1/4 പാർട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ 1/4 കണ്ടുപിടിക്കണമെങ്കിൽ അതൊരു 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലേ? അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലാതെ ഇപ്പോൾ 13ൻ്റെ 1/4 പാർട്ട് ഞാൻ റിമൂവ് ചെയ്തു എന്ന് പറയുമ്പം 13/4 എന്ന് എനിക്ക് പറയാൻ പറ്റും, ഒരു കുഴപ്പമില്ല. സോൾവ് ചെയ്താലും ഐ വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. പക്ഷേ എന്താണ്, ഒരു ഫ്രാക്ഷൻ വരുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ നേരത്തെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. അതേസമയം ഒരു എക്സാക്ട്ലി ഒരു 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സേ ഫോർ എക്സാമ്പിൾ ഒരു 20 ആണെങ്കിൽ 20യുടെ 1/4 എന്ന് പറയുമ്പോൾ എനിക്ക് പറയാം 5 ആണ്. എൻ്റെ കാൽക്കുലേഷൻസ് ഈസി ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ചൂസ് ചെയ്യാൻ പോണ നമ്പർ 9ൻ്റെയും 4ൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. കാരണം ഞാൻ ഇവിടെ എല്ലാം ഡീൽ ചെയ്യാൻ പോണത് ഒന്നെങ്കിൽ 9 കൊണ്ടായിരിക്കും അല്ലെങ്കിൽ 4 കൊണ്ടായിരിക്കും. നോക്കിക്കോളും. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? 36 അല്ലേ? യെസ്, ഏറ്റവും ചെറിയൊരു നമ്പർ 9ഉം 4 കൊണ്ട് ഒരുപോലെ ഡിവിസിബിൾ ആവുന്ന സ്മോളസ്റ്റ് ആയ ഒരു നമ്പർ ഞാൻ ചൂസ് ചെയ്തു 36. അത് നമ്മൾ ഇങ്ങനത്തെ വാല്യൂസ് ഒക്കെ ചൂസ് ചെയ്യണ സമയത്ത് നമ്മുടെ കാൽക്കുലേഷൻസ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ വാല്യൂസ് ചൂസ് ചെയ്യണം. അല്ലാതെ ഇപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ 4 ഉണ്ട്, 5 ഉണ്ട്, 9 എന്ന് എടുക്കുന്നു. 9/4 ഞാൻ റിമൂവ് ചെയ്തു അല്ലേ? എന്നിട്ട് ഈ ഒരു 4ലേക്ക് ഞാൻ 9/4 ആഡ് ചെയ്തു. പിന്നെ 5ൽ ഒരു മാറ്റവും ഇല്ല, 5 അങ്ങനെ തന്നെ ഇരിക്കുന്നു ഇല്ലേ? 5ൽ ഒരു മാറ്റവും ഇല്ല, 5 അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇത് സോൾവ് ചെയ്താലും നമുക്ക് ആക്ച്വലി ആൻസർ കിട്ടും. പക്ഷേ ഇവിടെ ഫ്രാക്ഷൻ വരുമ്പോൾ കുറച്ച് നമുക്ക് കാൽക്കുലേഷൻസ് പാടാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈസി ആയ ഒരു വാല്യൂ നമ്മൾ ചൂസ് ചെയ്യണേ. 36 എന്നൊരു വാല്യൂ ഞാൻ ചൂസ് ചെയ്തു. അപ്പോൾ എൻ്റെ വാല്യൂ 36 ആണെങ്കിൽ ഇത് സോൾട്ടാണ്, ഇത് ഷുഗറാണ്. നോക്കിക്കോളൂ, 9 = 36 ആണ്, 1 = 4 ആണ്. ഇവിടെ 4 ആണ്, സോ ഇവിടെ 16, ഇവിടെ 20. ഓക്കെ, ഇവിടെ 16, ഇവിടെ 20. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? 1/4 പാർട്ടാണ് ഞാൻ റിമൂവ് ചെയ്തത്. ഇവിടെ ഞാൻ എന്താണ് ചെയ്തത്? 1/4 പാർട്ട് ഞാൻ റിമൂവ് ചെയ്തു. അപ്പോൾ 1/4 പാർട്ട് ഞാൻ റിമൂവ് ചെയ്തു എന്ന് പറയുമ്പോൾ 36ൻ്റെ 1/4 എന്താണ്? 36ൻ്റെ 1/4 9 ആണ് അല്ലേ? ഓക്കെ, 1/4 പാർട്ട് ഞാൻ റിമൂവ് ചെയ്തു എന്ന് പറയുമ്പം 36ൻ്റെ 1/4 എന്താണ്?
9 ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു, സർട്ടൺ ക്വാണ്ടിറ്റി നമ്മൾ റിമൂവ് ചെയ്യണ സമയത്ത് റേഷ്യോയിൽ വേരിയേഷൻ ഉണ്ടാവില്ല. ദ റേഷ്യോ ഓഫ് ദി കോമ്പോണൻസിൽ ആ ഒരു കോമ്പോണൻസിൻ്റെ ക്വാണ്ടിറ്റി സെയിം ആയിരിക്കും, പക്ഷേ ആക്ച്വൽ വാല്യൂവിൽ വേരിയേഷൻ ഉണ്ടാവും. സോ നമ്മൾ എന്താണ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഞാൻ 9 യൂണിറ്റ്സ് ആണ് ഞാൻ റിമൂവ് ചെയ്തത്. റിമൂവ് ചെയ്ത 9 യൂണിറ്റ്സിൽ ഉള്ള സോൾട്ടിൻ്റെ ക്വാണ്ടിറ്റി എന്താ, ഉള്ള ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും. 9 യൂണിറ്റ്സിലെ സോൾട്ടിൻ്റെ ക്വാണ്ടിറ്റി 4 ആണ്, ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി 5 ആണ്. അപ്പോൾ ഇതിൽ ഞാൻ 9 യൂണിറ്റ്സ്, അതായത് ഈ ഒരു 36 യൂണിറ്റ്സ് ഉള്ള ഈ ഒരു മിക്സ്ചറിൽ നിന്ന് ഞാൻ 9 യൂണിറ്റ്സ് ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പുതിയ ആ ഒരു ബാലൻസ് ഉള്ള മിക്സ്ചറിൽ നേരത്തെ ഉണ്ടായിരുന്ന സോൾട്ടിൻ്റെ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഒരു 4 യൂണിറ്റ്സ് കുറവായിരിക്കും, നേരത്തെ ഉണ്ടായിരുന്ന ഷുഗറിൻ്റെ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഒരു 5 യൂണിറ്റ്സ് കുറവായിരിക്കും. ക്ലിയർ ആയല്ലോ? നേരത്തെ ഉണ്ടായിരുന്ന സോൾട്ടിൻ്റെ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഒരു 5 യൂണിറ്റ്സ് 4 യൂണിറ്റ്സ് കുറവായിരിക്കും, നേരത്തെ ഉണ്ടായിരുന്ന ഷുഗറിൻ്റെ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഒരു 5 യൂണിറ്റ്സ് കുറവായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്നത് 12ഉം 15. നമുക്ക് കിട്ടുന്നത് എന്താണ്? 12ഉം 15. ഇതിൻ്റെ റേഷ്യോ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. 12ഉം 15ഉം ആണ്. 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 4:5. ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ട്, പക്ഷേ എന്തിൽ വ്യത്യാസമില്ല? റേഷ്യോയിൽ വ്യത്യാസമില്ല. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ വാല്യൂസാണ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ വാല്യൂസാണ്. ഈ ഒരു ക്വാണ്ടിറ്റിയിലേക്ക് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ എത്ര യൂണിറ്റ്സ് ഓഫ് ഈ മിക്സ്ചറാണോ റിമൂവ് ചെയ്ത് അത്രയും യൂണിറ്റ്സ് സോൾട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ആരുടെ കൂടെയാണ് ആഡ് ചെയ്യുന്നത്? 12ൻ്റെ കൂടെയാണ് ഈ 9 യൂണിറ്റ്സ് ആഡ് ചെയ്യണേ. സോ എന്തായി? 21 ആയി. ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി സെയിം ആണ്, ഒരു മാറ്റവും ഇല്ല. 15 എന്നായി. ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി സെയിം ആണ്, ഒരു മാറ്റവും ഇല്ല. 15 എന്നായി. സോ രണ്ടും 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ എന്ത് കിട്ടി? 7:5 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? എക്സാമിനേഷനിൽ ചിലപ്പോൾ 21:15 തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ 7:5 എന്ന് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ റേഷ്യോന് വേറെ ഏതെങ്കിലും ഒരു നമ്പറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, സേ ഫോർ എക്സാമ്പിൾ 49:35 എന്ന് തന്നിട്ടുണ്ടാവും. 49:35 എന്ന് തന്നിട്ടുണ്ടാവും. രണ്ടും നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7:5 ആണ് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് എന്ത് വാല്യൂ ആണോ ഓപ്ഷനിൽ തന്നിട്ടുള്ളത്, ഇതിന് സിമിലർ ആയ വാല്യൂസ് ഏതാണോ, ഇതിന് ഈക്വൽ ആയ വാല്യൂസ് ഏതാണോ ആ വാല്യൂന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പം നിങ്ങൾക്ക് ഒന്നിൻ്റെയും ആക്ച്വൽ വാല്യൂസ് തന്നിട്ടില്ലെങ്കിൽ യു ക്യാൻ ഡു ലൈക്ക് ദിസ്. നിങ്ങൾക്ക് റാൻഡം ആയ ഒരു നമ്പർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൻ്റെ ഒരു റിവേഴ്സ് വേർഷൻ ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോളൂ. എ കണ്ടെയ്നർ has a mixture of liquids P and Q in the ratio 4:5. How much part of the mixture must be taken out and replaced with liquid P for the ratio